ഈ ഒരു കുക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെങ്ങാനും പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ റൈസ് എങ്ങാനും ഓവർ കുക്ക് ആവുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം റൈസ് ഓൾറെഡി ഞാൻ ഇട്ടപ്പോൾ തന്നെ കുക്കർ ഏകദേശം ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വേവുന്ന സമയത്ത് കുക്കർ എങ്ങാനും പൊട്ടിത്തെറിക്കുമോ എന്നുള്ള ടെൻഷൻ കൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ റൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ലഞ്ചിൻ്റെ സ്പെഷ്യൽ മധുഹൂത്താണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാൻ കുറേ ആയിരിക്കണം മധുഹൂത്ത് ഉണ്ടാക്കിയിട്ട്. പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയാലും ഒന്നെങ്കിൽ മസാല കൂടും അല്ലെങ്കിൽ റൈസ് ഓവർ കുക്കാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോൾട്ട് പറ്റാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടിയിരുന്നു കേട്ടോ. റൈസൊന്നും ഓവർ കുക്കായിട്ടുമില്ല, മസാല അധികം എല്ലാം കഴിയും. പിന്നെ ഇത് ഞങ്ങൾ ഒറിജിനൽ മധുഹൂത്തായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട. കാരണം ചിലപ്പോൾ അതും ഇതും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷേ ടേസ്റ്റ് എന്തായാലും ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കുക്കറിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഹോൾ സ്പൈസസും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തക്കാളി അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് അത് വീണ്ടും നല്ലോണം വഴണ്ടതിന് ശേഷം അതിലേക്ക് മാഗി ക്യൂബും കുറച്ച് അറബിക് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചിക്കൻ കൂടി ഇട്ടിട്ട് ഒരു ഫുൾ ഗാർലിക് ഇട്ട് കൊടുക്കുക. അതിടുമ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും കേട്ടോ. എന്നിട്ട് ഒരു വിസിൽ വരുത്തിയതിന് ശേഷം ഫ്ലെയിമൊക്കെ പോയതിന് ശേഷം റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അരമണിക്കൂർ സോക്ക് ചെയ്തിട്ടുള്ള റൈസ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഈ പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരൊറ്റ വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം മൊത്തം പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത ഇതേപോലെ ഒരു അടിപൊളി റൈസ് ഇട്ടു.